മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. നീ മഹാദേവനെ ചേർത്ത് വച്ചിട്ടും ആരാണ് നിന്നെ വേദനിപ്പിക്കുന്നത്? എവിടെയാണ് നിന്റെ കണ്ണ് നിറഞ്ഞത്? അവിടെയെല്ലാം നീ മൗനം പാലിച്ച് ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. കാരണം നിന്റെ കൂടെയുള്ളത് മഹാദേവനാണ്. നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി മഹാദേവൻ നൽകുന്നതായിരിക്കും. മഹാദേവനെ അതിയായി ആരാധിച്ച് മഹാദേവനെ മാത്രം വിചാരിച്ച് മഹാദേവൻ്റെ കരുണയാചിക്കുന്നവർ ആരാണോ അവരെ മഹാദേവൻ തൃക്കരങ്ങളാൽ തലോടുന്നു, ആ കൈകളാൽ സംരക്ഷിക്കുന്നു. ഭക്തരെ, നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നിടത്താണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നിനും കണക്കു ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. തനിയെ പറിക്കേണ്ടി വന്നാലും സമാധാനം കിട്ടാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക. ഭക്തരെ, എത്ര നന്നായി കാത്തു സൂക്ഷിച്ചാലും അകലാൻ ആഗ്രഹിക്കുന്നവർ നിസാര കാരണങ്ങൾ കൊണ്ട് അകലുക തന്നെ ചെയ്യും. തുടക്കത്തിൽ നല്ല തിളക്കം കാണും, പിന്നീട് പതിയെ അതിൻ്റെ നിറമങ്ങി തുടങ്ങും. ചിലർക്ക് അത്രയൊക്കെ മൂല്യമേ ജീവിതത്തിന് കാണൂ. സത്യം വിജയത്തിൻ്റെ കവാടവും കളവ് പരാജയത്തിൻ്റെ താക്കോലുമാണ്. കൊതിപ്പിക്കുന്ന നുണയേക്കാൾ നല്ലത് മടുപ്പിക്കുന്ന മൗനമാണ്. കള്ളം പറഞ്ഞ് ജയിക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് തോൽക്കുന്നതാണ്. ഭക്തരെ, നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്നവരെ അവഗണിക്കുക. അവർ നിങ്ങളുടെ പിന്നിലാണ്. ഭക്തരെ, ചിലർക്ക് അവരുടെ ചിന്തകളും തീരുമാനങ്ങളുമൊക്കെയാണ് ശരി. അതിപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നതായാലും നെഞ്ചി പിളർക്കുന്നതായാലും അവർക്ക് പ്രശ്നമില്ല. ഒരാളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയാണ് തിരക്ക്. രണ്ടാമത്തേത് അവഗണന, മൂന്നാമത്തേത് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക. പിന്നീട് അവരെ ശല്യം ചെയ്യാൻ നിൽക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവർ ആയിരുന്നാലും. ഭക്തരെ, ക്ഷമയോടെ ഇരിക്കുക. ഓരോ ദുഃഖത്തിന് ശേഷവും തീർച്ചയായും സന്തോഷത്തിൻ്റെ ഒരു സമയം വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. മികച്ചത് തേടി പലരും യാത്രക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും. ഭക്തരെ, പല മനുഷ്യരും സ്വയം ജീവിതം വെറുക്കുന്നത് അവർ ജീവന് തുല്യം സ്നേഹിച്ചവർക്ക് മുന്നിൽ അവർ ആരും അല്ല എന്ന് അറിയുമ്പോഴാണ്. എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്ര ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം. ക്ഷമിക്കാൻ അറിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നിങ്ങളുടെ ചിന്തകളാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. എല്ലാ ഭക്തർക്കും വിഷു ആശംസകൾ. ഓം നമഃ ശിവായ.